രാജഗിരിയിലും ജോസ്ഗിരിയിലും ഉണ്ടായത് കോഴിക്കോട് വിലങ്ങാടിന് സമാനമായ ദുരന്തമെന്ന് ADM. 1 കോടിയിലധികം രൂപയുടെ നഷ്ടമെന്ന് ജില്ലാ കൃഷി ഓഫീസർ. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഉരുൾപൊട്ടലിൽ ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിയിലും ജോസ്ഗിരിയിലും ഉണ്ടായത് കോഴിക്കോട് വിലങ്ങാടിന് സമാനമായ ദുരന്തമാണെന്ന് ADM വിലയിരുത്തി. വിലങ്ങാടിന് സമാനമായ സമഗ്രമായ ദുരിതാശ്വാസ പാക്കേജ് അനുവദിക്കുകയാണ് വേണ്ടതെന്നും ഇതിനായി ഗൂഗിൾ മാപ്പ് പ്രകാരം ദുരന്തത്തിന് മുൻപും ശേഷവുമുള്ള സ്ഥലപരിശോധന നടത്തുവാൻ ഉദ്യോഗസ്ഥരെ അയക്കുമെന്നും ADM പുരുഷോത്തമൻ അറിയിച്ചു. ജോസ്ഗിരിയിലെയും രാജഗിരിയിലെയും ഉരുൾപൊട്ടലും മണ്ണൊലിപ്പുമുണ്ടായി നാശം നേരിട്ട പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം പ്രദേശവാസികളോടും ജനപ്രതിനിധികളോടും ADM സംസാരിച്ചു. ചെറുപുഴ പഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ കണ്ണൂർ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറും സംഘവും സന്ദർശിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ സീമ സഹദേവൻ, ചെറുപുഴ കൃഷി ഓഫീസർ ജിതിൻ KR, കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ എന്നിവരും കൂടെയുണ്ടായിരുന്നു. കൃഷി വകുപ്പ് ഏകദേശം 1 കോടിയിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പറഞ്ഞു. കൃഷിഭവൻ പരിധിയിലുള്ള പുളിങ്ങോം വില്ലേജിലെ സാബു എന്നുള്ള കർഷകന്റെ കൃഷിയിടത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഈ 1-ാം തീയതി ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇവിടെ ഇദ്ദേഹത്തിന്റെ തന്നെ 10 ഏക്കറിലധികം വരുന്ന കൃഷിഭൂമിയിൽ എല്ലാവിധ കാർഷിക വിളകളും കൃഷി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു. കുരുമുളക്, കവുങ്ങ്, റബ്ബർ, പിന്നെ മറ്റ് ഇടവിളകളെല്ലാം ഉള്ള കൃഷിത്തോട്ടം പൂർണ്ണമായി നശിച്ച സ്ഥിതിയിലാണുള്ളത്. ഇതിന്റെ തുടർച്ചയായി ഈ ഒരു പ്രദേശത്ത് തന്നെ 60 ഏക്കറോളം സ്ഥലം കൃഷിയോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. ഒപ്പം ഇവിടെയുള്ള എല്ലാ കാർഷിക വിളകളും നശിച്ചതായിട്ടാണ് കാണുന്നത്. ഇപ്പൊ അറിയാൻ പറ്റിയിട്ടുള്ളത് ഈ ചെറുപുഴ പഞ്ചായത്തില് 12 സ്ഥലത്താണ് ഈ 1-ാം തീയതിത്തെ ഈ തുടർച്ചയായ മഴ കൊണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അതില് ഇവിടുത്തെ കൃഷി ഉദ്യോഗസ്ഥര് മൊത്തം ഫീൽഡ് വിസിറ്റ് നടത്തി ഏകദേശ കണക്ക് തന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് 1 കോടിയിലധികം വരുന്ന കാർഷിക വിളകളുടെ നഷ്ടം, അതുകൂടാതെ ഏകദേശം അത്രയും തന്നെ വരുന്ന കൃഷിഭൂമി കൃഷിയോഗ്യമായി അല്ലാതായി മാറിയതുകൊണ്ടുള്ള നഷ്ടം വേറെയുമുണ്ട്. അപ്പൊ ഇതിനു വേണ്ട ആനുകൂല്യം കൃഷി വകുപ്പിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യം ഇവർക്ക് ലഭ്യമാക്കാൻ വേണ്ടി എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷ കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സ് നടന്നു വരികയാണ്. കൃഷി ഉദ്യോഗസ്ഥർ ഫീൽഡ് സന്ദർശനം നടത്തുന്നുണ്ട്. എന്തായാലും എത്രയോ വർഷങ്ങൾക്കിപ്പുറം ഈ ചെറുപുഴ പ്രദേശം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു കൃഷിനാശം എന്ന് തന്നെ ഇതിനെ നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് ഈ ഒരു നഷ്ടത്തിനെ പറ്റി പറയേണ്ടതെന്നുള്ളത് എനിക്കറിയുന്നില്ല. എല്ലാ രീതിയിലും പറ്റുന്ന ധനസഹായം കൃഷി വകുപ്പിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുന്നതായിരിക്കും. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.